Hi friends. അപ്പോൾ നമ്മളൊക്കെ പുതിയ ഇറിഗേഷൻ എക്സാംസിന് വെയിറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നല്ല ടഫായിരുന്നോ അതല്ല ഈസി ആയിരുന്നോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ ഒരു എക്സാംസുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമ്മളെ ഇത് നമ്മുടെ 2020 നടന്നിട്ടുള്ള ഇറിഗേഷൻ എയിലെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഒരു 5 ക്വസ്റ്റ്യൻ ആണെന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ചോദിച്ചത്. ഒരു ആവറേജ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു 5 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ അതിൽ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു 5 ക്വസ്റ്റ്യൻസുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്, എങ്ങനെയാണ് നമ്മളത് ആ ക്വസ്റ്റ്യൻസുകളുടെ ആൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിലെ 11 മുതൽ 11, 12, 13, 14, 15 വരെയുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻസുകളായി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 11th ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, FM ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ pressure represented by a column of 10 cm of water is specific weight of water is taken as 10 kilonewton per meter cube. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പറയാം, find the pressure represented by a column of 10 cm of water. Column of 10 cm of water. അപ്പോൾ നമുക്ക് h എന്ത് തന്നിട്ടുണ്ട്, 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10 × 10⁻⁻² മീറ്റർ എടുക്കാം. ആൻഡ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ ലെറ്റർ w, അല്ലെങ്കിൽ നമുക്ക് പറയാം ρg = എന്ത് തന്നിട്ടുണ്ട്, 10 kilonewton per meter cube എന്ന് തന്നിട്ടുണ്ട്. 10 kilonewton per meter cube. അതല്ലെങ്കിൽ 10,000 kilonewton, 10,000 Newton per meter cube. അപ്പോൾ നമുക്ക് സാധാരണ ഈ സ്പെസിഫിക് വെയിറ്റ് നമുക്ക് ഒരുപാട് പ്രോബ്ലങ്ങളിൽ FM-ന്റെ പ്രോബ്ലം ചെയ്യാൻ പറയുന്നതിൽ നമുക്ക് എന്ത് തരാറുണ്ട്, സ്പെസിഫിക് വെയിറ്റ് 10 kilonewton per meter cube എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും അതുപോലെ ഏതാണ് ജി എന്ന് പറയുന്നത് 10 m/s² എടുത്തോ എന്നാണ് പറയുന്നത്. അതായത് 9.81 അല്ല, ജി എന്ന് പറയുന്നത് 10 എടുത്തോ എന്നുള്ളതാണ് ഏത് പറയുന്നത്, നമ്മൾ ആ പറയുന്ന സ്പെസിഫിക് വെയിറ്റ് 10 kilonewton per meter cube എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് റോജി വന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എച്ച് ഹൈറ്റിലുള്ള ഒരു കോളം, എച്ച് 10 സെന്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരു വാട്ടർ കോളം തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് ഏതായിരിക്കും, നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാലോ. റോജി എച്ച് എന്ന് പറയുന്ന പി സി ഈക്വൽ ടു ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, റോജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് പി സി ഈക്വൽ ടു റോ എന്ന് പറയുന്നത് എത്രയാണ്, 10⁻³ ആണ്, ജി എന്ന് പറയുന്നത് 10 ആണ്, എച്ച് എന്ന് പറയുന്നത് എത്രയാ, 10 × 10⁻². കാരണം എച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഏതെടുക്കുന്നു, 10 × 10⁻² എടുക്കുന്നു. ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് 10⁻³ എടുത്തു. ജി എന്ന് പറയുന്നത് ഞാൻ എന്തെടുത്തു, 10 എന്നെടുത്തു. ജി എന്ന് പറയുന്നത് 10 എന്നെടുത്തു. സോ അപ്പോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് കിട്ടുന്നത്, ഈ ഒരു 2 10ഉം 10⁻² നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് ആൻസർ കിട്ടും എത്രയാണ്, 10⁻³ പ്രഷർ ആയതുകൊണ്ട് തന്നെ Newton/m². അപ്പോൾ നമ്മുടെ ആൻസറുകളിൽ Newton/m² ഒറ്റന്നേ ഉള്ളൂ, പക്ഷെ അത് 1 ആണ്. അപ്പോൾ അതല്ല, അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യുക, ആൻസറിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ കിലോ ന്യൂട്ടണിലാക്കുന്നു. അപ്പോൾ നമുക്കറിയാം 10⁻³ ന്യൂട്ടൺ എന്ന് പറഞ്ഞാലാണ് 1 kilonewton അല്ലെ, 10⁻³ ന്യൂട്ടൺ എന്ന് പറഞ്ഞാലാണ് 1 kilonewton. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 1 kilonewton/m² ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 1 kilonewton/m², 1 kilonewton/m². സോ നമുക്ക് ഏത് പറയാം, ഓപ്ഷൻ എ 1 kilonewton/m². 1 kilonewton/m². ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട എന്താണ്, നമ്മളിതാ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പി സി ഈക്വൽ ടു എന്താണ്, റോജി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പല എക്സാംസുകൾക്ക് നമുക്ക് FM-ൽ ചോദിക്കാറുണ്ട്. ഇനി ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 12. ദ ഫ്ലോ ഓഫ് ലിക്വിഡ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ഇൻ എ യൂണിഫോംലി ടാപ്പറിംഗ് പൈപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൈപ്പിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ പൈപ്പിന്റെ എന്താ, യൂണിഫോംലി ടാപ്പറിംഗ് പൈപ്പാണ്. എന്താണ് യൂണിഫോംലി ടാപ്പറിംഗ് പൈപ്പ് എന്ന് പറഞ്ഞാൽ, ആ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിഫോംലി വേരി ചെയ്യുന്നുണ്ട്. ആ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിഫോംലി വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് സ്റ്റഡി ആയിരിക്കോ അതോ യൂണിഫോം ഫ്ലോ ആയിരിക്കോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, സ്റ്റഡി യൂണിഫോം ആണോ അൺസ്റ്റഡി നോൺ യൂണിഫോം ആണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ പഠിക്കുന്ന സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. എന്താണ് സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ, എന്താണ് സ്റ്റഡി ഫ്ലോ എന്ന് നമ്മൾ പഠിക്കുന്നത്, എന്താണ് നമ്മൾ
ടൈമിനനുസരിച്ച് എന്ത് മാറാൻ പാടില്ല, ആ ഫ്ലോയുടെ വെലോസിറ്റി മാറാൻ പാടില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാറാൻ പാടില്ല. അപ്പൊ ഞാനിവിടെ ഫ്ലൂയിഡ് വെലോസിറ്റി വെച്ച് പറയാം. നമുക്കറിയാം സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം, ഫ്ലൂയിഡ് വെലോസിറ്റി കനോട്ട് ചേഞ്ചസ് അല്ലെ, ഫ്ലൂയിഡ് വെലോസിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്തിനനുസരിച്ച്, വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. അതായത് ഉച്ചക്കും വൈകുന്നേരം രാവിലെയൊക്കെ നിങ്ങൾ നോക്കുമ്പോഴും ഒരേ വെലോസിറ്റിയിലാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം അറ്റ് എ പോയിന്റ് എന്ന് പറയാം, ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ആ പോയിന്റിലെ വെലോസിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, ടൈമിനനുസരിച്ച് മാറാൻ പാടില്ല. അതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിച്ചില്ല. അപ്പൊ അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതുന്നില്ല. അപ്പൊ അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ടൈമിനനുസരിച്ച് ആ ഫ്ലോ മാറുന്നുണ്ട്. ഉച്ചക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വൈകുന്നേരം 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കാം, രാത്രി 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കാം. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോയിന്റിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ അവിടുത്തെ വെലോസിറ്റി ടൈമിനനുസരിച്ച് ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയും. അപ്പൊ സ്റ്റഡി ഫ്ലോ എഴുതുന്നുള്ളൂ. ഇനി യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാലോ, ഈ ടൈമിന് പകരം ലെങ്ത്തിന് വിത്ത് റെസ്പെക്ട് എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. അപ്പൊ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പറയാം ഫ്ലൂയിഡ് വെലോസിറ്റി കനോട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല, കനോട്ട് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല, ലെങ്ത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, അത് മാറാൻ പാടില്ല, ലെങ്ത്തിനനുസരിച്ച് മാറാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ലെങ്ത്തിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയാം. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ദ ഫ്ലോ ഓഫ് എ ലിക്വിഡ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്, അറ്റ് കോൺസ്റ്റന്റ് റേറ്റ്. കാണുന്നില്ല നിങ്ങളിവിടെ, അറ്റ് കോൺസ്റ്റന്റ് റേറ്റ്. എന്താണ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടൈമിനനുസരിച്ച് മാറുന്നില്ല, ഒരേ റേറ്റിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ടൈമിനനുസരിച്ച് മാറുന്നില്ല എന്നല്ലേ. അപ്പൊ ആ കോൺസ്റ്റന്റ്, അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പൈപ്പിൽ ഫ്ലൂയിഡ് കോൺസ്റ്റന്റ് റേറ്റിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ടൈമിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ആ ഫ്ലോ എന്താണ്, സ്റ്റഡി അല്ലേ, സ്റ്റഡിയാണ്. അപ്പൊ അത് കിട്ടി. അപ്പൊ നമ്മൾ ആൻസറിലോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റഡി കിട്ടി നമുക്ക്. അപ്പൊ നമ്മൾ ആൻസറിലോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റഡി ഉള്ളതായിരിക്കും ആൻസർ. അപ്പൊ ഇത് രണ്ടും എന്തായാലും ആൻസർ വരില്ല. ഓക്കെ, എയോ സിയോ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പൈപ്പ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, യൂണിഫോംലി ടാപ്പറിംഗ് പൈപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് യൂണിഫോംലി ടാപ്പറിംഗ് പൈപ്പ്. എന്താണ് യൂണിഫോംലി ടാപ്പറിംഗ് പൈപ്പ്? എടോ, അതിന്റെ ഡയമീറ്റർ ഇങ്ങനെ കുറയുന്നില്ലേ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. ആ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഏരിയ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏതും ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്, ഡിസ്ചാർജ് സെയിം ആയിരിക്കണം. അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി സെയിം ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഏരിയ കണ്ട, ഞാൻ ഈ വരച്ച ഫിഗറിൽ ഏരിയ ഇങ്ങനെ കുറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ വെലോസിറ്റി ഇങ്ങനെ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. എന്നാലല്ലേ ഏരിയ ഇൻറ്റു വെലോസിറ്റി എല്ലാ സെക്ഷനിലും കോൺസ്റ്റന്റ് ആവുള്ളൂ. അപ്പൊ എപ്പോൾ നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യനിലും ടാപ്പറിംഗ് പൈപ്പ് അല്ലെങ്കിൽ പൈപ്പ് ഹാവിംഗ് ഡിഫറെന്റ് ഡയമീറ്റർ അല്ലെങ്കിൽ പൈപ്പ് ഹാവിംഗ് ഡയമീറ്റർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, സൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എങ്ങനെയാക്കാരം ടാപ്പറിംഗ് പൈപ്പ് എന്ന് പറയുമ്പോഴേ, ടാപ്പറിംഗ് പൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞു എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ചസ് ചെയ്യുമല്ലോ. അപ്പൊ ഏത് ചേഞ്ച് ചെയ്യും, വെലോസിറ്റി. അലോങ് ദി ലെങ്തില് വെലോസിറ്റി ചേഞ്ച് ചെയ്യും, വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാ, അലോങ് ദി പൈപ്പിലെ ലെങ്തിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നോൺ യൂണിഫോം ആണ്. ഇതല്ല ലെങ്ത് എന്ന് പറയുന്നത്, പൈപ്പിന്റെ ലെങ്തിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, നോൺ യൂണിഫോം ആണ്. അപ്പൊ ഏതാ നമ്മുടെ ആൻസർ വരിക, സ്റ്റഡി ആണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ ഏതാണ് ആൻസർ വരിക, സി ആയിരിക്കും നമ്മുടെ ആൻസർ. 12ാമത്തെ ഏതാണ്, സ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. ഓക്കെ അല്ലേ? Then we are moving to question number 13. The line joining the piezometric headsകളുടെ വെച്ചിട്ടുള്ള ലൈൻ ജോയിൻ ചെയ്യും അറ്റ് വേരിയസ് പോയിന്റ് ഇൻ എ ഫ്ലോ ഈസ് നോൺ ആസ്. അപ്പൊ നമ്മൾ രണ്ട് ലൈനാണ് പഠിക്കുന്നത്. ഒന്ന് നമ്മൾ ഏതാ, ടോട്ടൽ എനർജി ലൈൻ എന്താണ്, ലൈൻ ദാറ്റ് കറസ്പോണ്ടിങ് ടു ടോട്ടൽ ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ടോട്ടൽ എനർജി ലൈൻ. ഇനി എന്താണ് ടോട്ടൽ ഹെഡിന്റെ ഇക്വേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാ, പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് ഇസഡ്. ഇതല്ലേ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്, ഇതിൽ ഓരോ ഹെഡ് എന്താണ്, പി ബൈ റോ ജി നമുക്കറിയാം പ്രഷർ ഹെഡ് ആണ്, വി സ്ക്വയർ ബൈ 2g എന്ന് പറഞ്ഞാൽ ഡൈനാമിക് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ് ആണ്, ഇസഡ് എന്ന് പറയുന്നതോ ഡാറ്റം ഹെഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, പീസോമെട്രിക് ഹെഡ്.
ഈ പീസോമെട്രിക് ഹെഡിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ന്യൂമറിക്കലൊക്കെ പീസോമെട്രിക് ഹെഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പീസോമെട്രിക് ഹെഡ് എന്താ? പ്രഷർ ഹെഡിന്റെയും അതുപോലെ ഡാറ്റം ഹെഡിന്റെയും സമ്മാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. പ്രഷർ ഹെഡിന്റെയും ഡാറ്റം ഹെഡിന്റെയും സമ്മാണ് പീസോമെട്രിക് ഹെഡ്. ആ പീസോമെട്രിക് ഹെഡ് റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് പറയുന്നത്. പീസോമെട്രിക് ഹെഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. അപ്പൊ നിങ്ങൾക്ക് പി ബൈ റോജിയും ഇസഡും ഇവിടെ വന്നു, പി ബൈ റോജിയും ഇസഡും വന്നു. പിന്നെ ബാക്കിയാറുള്ള v²/2g. അത് നമ്മൾ ഇങ്ങനെ റിലേഷനും കൂടെ എഴുതും. ടോട്ടൽ എനർജി ലൈൻ ഇസ് ഈക്വൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. ടോട്ടൽ എനർജി ലൈൻ ഇസ് ഈക്വൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ പ്ലസ് ഏത് എഴുതാം നമുക്ക് v²/2g എന്ന് എഴുതാം. കാരണം എന്താ, ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പി ബൈ റോജി പ്ലസ് ഇസഡിനെ, അതായത് പീസോമെട്രിക് ഹെഡിനെ. അപ്പൊ നമുക്കറിയാം പീസോമെട്രിക് ഹെഡിന്റെ കോൺസ്റ്റന്റ് ഒരേ പീസോമെട്രിക് അല്ലെങ്കിൽ പീസോമെട്രിക് ഹെഡ് വരുന്ന പോയിന്റുകളെ വെച്ചിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ലൈൻ എന്ത് പറയാടോ? ആ ലൈൻ ഏതാണ്? ആ ലൈൻ ഏതാ? ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ആയിരിക്കും. ആ ലൈൻ ഏതാണ്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. നമ്മുടെ ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലം ആണ് അല്ലെ. നമുക്കറിയാം ഇതേതാണ് വരുന്നത്, നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ ഒരു പ്രോബ്ലം ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ 13 12 എടുത്താൽ നമ്മളെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ പറയുന്നുണ്ട്. അതാണ് ഇത് നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിലെ അല്ലെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്ന അവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ചാപ്റ്റർ പറഞ്ഞാണ്. അപ്പൊ ഇത് നമ്മുടെ ഇമ്പാക്ട് ഓഫ് ജെറ്റിലുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ ജെറ്റ് ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് എ നോസിൽ, ഒരു നോസിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ജെറ്റ് ആണ്. വിത്ത് എ വെലോസിറ്റി വന്നിട്ടുണ്ട് 50 മീറ്റർ per second, having cross sectional area, ജെറ്റിന്റെ ക്രോസ് ആ പുറത്തോട്ട് വരുന്ന ജെറ്റിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാ? 20 centimeter square. ദ ജെറ്റ് ഈസ് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് എ ഫിക്സഡ് പ്ലേറ്റ് ആട്ടോ. അത് പഠിച്ചവർക്ക് അറിയാം, നമ്മൾ ആ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ ആ പ്ലേറ്റ് ഫിക്സഡിനനുസരിച്ച് ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. ഹെൽഡ് നോർമൽ ടു ദ ജെറ്റ്, അതും എന്താണ് ജെറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ജെറ്റിന് ഇൻക്ലൈൻഡ് ആണെങ്കിൽ അവിടെയും ഇക്വേഷൻ വ്യത്യാസമാണ്. ഫൈൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി പ്ലേറ്റ്. അപ്പൊ എന്താണ്, ഇതാണ് ഞാൻ എടുക്കുന്ന പ്ലേറ്റ്. ആ പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്ലേറ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫിക്സഡ് ആണ്. ആ പ്ലേറ്റ് ഫിക്സഡ് ആണ്. ആ പ്ലേറ്റിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജെറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പിൻ ചെയ്യുന്നുണ്ട്. ആ പ്ലേറ്റിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജെറ്റ്. ഓക്കെ, ഒരു ജെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ ജെറ്റിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് 20 centimeter square ആണ്. അതിന്റെ വെലോസിറ്റി തന്നിട്ട് എത്രയാ? 50 meter per second ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിപ്പോ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്കറിയാം. ഫോഴ്സ് ഈസ് ഈക്വൽ എന്താണ്? റോ എ വി സ്ക്വയർ ന്യൂട്ടൺ ആണ് വരിക. ഫോഴ്സ് ഈസ് ഈക്വൽ എന്താണ്? റോ എ വി ന്യൂട്ടൺ സ്ക്വയർ. ഇനി ഈ പ്ലേറ്റ് ഇപ്പോൾ ഇവിടെ ഫിക്സഡ് അല്ലേ? അതല്ല, ഈ പ്ലേറ്റ് യു എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലോ റോ എ വി ഇൻറ്റു വി മൈനസ് യു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? സോറി, റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ. അതാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇക്വേഷൻ എടുക്കാറുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം, വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കാമല്ലോ. വാട്ടർ ആണ്, അതും 10⁻3. പിന്നെ എ എന്താണ്? 20 centimeter square ആണ്. അതിനെ മീറ്റർ സ്ക്വയറിലാക്കാൻ വേണ്ടി ഞാൻ 10⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 50 × 50. കാരണം വി സ്ക്വയർ അല്ല, വി അല്ല 50 വരുന്നത്. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 10⁻3യും 20യുടെ ഒരു 0, 10⁻4ഉം. പിന്നെ ബാക്കി എന്താ ഉള്ളത്? 5 × 5 25, 25 × 2 50 വരും. പിന്നെ 2 0 കൂടെ വരും. സോ നമുക്ക് 5000 ന്യൂട്ടൺ എന്ന് കിട്ടും. നമുക്ക് എന്താണ് കിട്ടുക? 5000 ന്യൂട്ടൺ ആണ്. അത് അതുപോലെ തന്നെ ആൻസറിലുണ്ട്. അപ്പൊ ഏതാണ് നമുക്ക് ആൻസർ വരിക? എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇതിനൊക്കെ ചോദിച്ചുള്ളത്. ഓക്കെ, എ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് പറയാം എത്രയാണ്? 5000 ന്യൂട്ടൺ ആണ് നമുക്ക് ആൻസർ വരിക അല്ലേ? 5000 ന്യൂട്ടൺ. എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ ആണ് വരുന്നത്. ഇതിന് അടുത്ത് നമ്മൾ പറയുന്നത് FM ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു, ക്വസ്റ്റൻ നമ്പർ 15. അപ്പോൾ നമുക്ക് ഇത് ഹൈഡ്രോളിക് ചെയ്താൽ നമുക്ക് വരുന്നത് ഏതാണ്? നമുക്കിത് ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് പറയുന്നുണ്ട്. എന്തായിരുന്നു ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്നും സബ് ക്രിട്ടിക്കൽ, അതായത് ഇപ്പൊ ഇവിടെ ഈ ആദ്യത്തെ കേസിൽ ഏതാ? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്നും പെട്ടെന്ന് വിത്തിൻ ഷോർട്ട് ലെങ്ത്തിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ട് മാറുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നമുക്കറിയാം ഡെപ്ത് ഓഫ് ഫ്ലോ കുറവായിരിക്കും. സബ് ക്രിട്ടിക്കൽ ഫ്ലോയിൽ എന്തായിരിക്കും? കൂടുതൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വെള്ളം പുറത്ത് വന്നിട്ട് ഒരു ഇതിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നത്? അങ്ങനെ പോകുമ്പോൾ അടുത്തേലും എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് നമ്മൾ ഈ റിവർ റാഫ്റ്റിംഗിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് എനർജി റിലീസ് ചെയ്യും. ഏത്? ഈ പറയുന്ന സൂപ്പർ ക്രിട്ടിക്കലിന് സബ് ക്രിട്ടിക്കലോട്ട് പോകുമ്പോൾ അത് നമുക്ക് ആക്ച്വലി എനർജി ലോസ് ആണ്. ആ എനർജി ലോസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ y1 ഉം y2 എന്നാൽ
ഏതാ ഇക്വേഷൻ y2 മൈനസ് y1 ഹോൾ ക്യൂബ്, ഹോൾ സ്ക്വയർ അല്ല ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4y1 y2 ആണ്. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. എനർജി ലോസ് ഇൻ ഹൈഡ്രോളിക് ജമ്പിന്റെ ഇക്വേഷൻ ഇതാണ് y2 മൈനസ് y1 ഡിവൈഡ് ബൈ 4y1 y2. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇൻ എ ഹൈഡ്രോളിക് ജംപ് ഒക്കറിംഗ് എ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനൽ ദ സീക്വന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഡെപ്തുകൾ, ആ ഫ്ലോ ഉള്ള ഡയറക്ഷനിലുള്ള രണ്ട് ഡെപ്തുകളാണ് 0.5 1.5. അങ്ങനെയാണെങ്കിൽ ആ ഹൈഡ്രോളിക് ജമ്പിലെ എനർജി ലോസ് ആണ് ചോദിച്ചത്. അപ്പോൾ y2 എത്രയാണോ? y2 തന്നിട്ടുണ്ട് 1.5, y1 തന്നിട്ടുണ്ട് 0.5. ഓക്കെ, അതിന്റെ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4 × 1.5 × 0.5. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? മുകളിൽ ഏതാ വരിക? ന്യൂമറേറ്ററിൽ ഏതാ വരിക? 1.5 മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 ക്യൂബ് ഡിവൈഡ് ബൈ 4 ഇൻറ്റു ചെയ്യാൻ എളുപ്പത്തിന് 1.5 ഞാൻ 3/2 എന്ന് എടുക്കുന്നു ഇൻറ്റു 0.5 ഞാൻ 1/2 എന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 × 2 4 ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ വരിക? 1/3 ആണ് ആൻസർ വരിക. അത്രയും മീറ്റർ ആട്ടോ. എനർജി ലോസ് നമ്മൾ ഹെഡിന്റെ ടേമിലാണ് പറയാം, അതുകൊണ്ട് അത്രയും മീറ്റർ ആണ് ആൻസർ വരിക. മീറ്റർ ആണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ ആൻസറിലോട്ട് നോക്കാം. 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ, 0.33 മീറ്റർ. അപ്പൊ നമുക്ക് ആ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.33 അല്ലേ? 0.33 മീറ്റർ ആണ് നമ്മുടെ ആൻസർ വരിക. ഏതെന്ന് പറയുന്നത്? എനർജി ലോസ് എന്ന് പറയുന്നത്. എനർജി ലോസ്. അപ്പൊ നമുക്ക് പറയാം ഏതാണ് ഇവിടെ വരിക? ഡി ആണ് വരിക. 0.33 മീറ്റർ. 0.33 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചിലപ്പോൾ ചില എക്സാം നമുക്ക് എന്തായാലും 5 to 7 ഈ ഒരു ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യുക? ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഈ ടോപ്പിക് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈസി ക്വസ്റ്റ്യൻസുകളാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ PWD ഇപ്പോൾ ഈ 2026 നടന്ന PWD-യിലും നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈവൻ ലാസ്റ്റ് LSTD-യിലും ഒരു ആവറേജ് ലെവലാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഇറിഗേഷൻ എയിലും ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു എന്താണ്? ഒരു ആവറേജ് ടു ഈസി എന്നുള്ള രീതിയിലായിരിക്കും ഫ്ലൂയിഡ് മെക്കാനിക്സ് മിക്കവാറും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. ഓക്കെ, നമ്മൾ നല്ല രീതിയിലൊന്ന് ബേസിക് കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി ഇക്വേഷൻസുകളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളായിരിക്കും. അപ്പോൾ ഇറിഗേഷൻ എയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പുതിയ ബാച്ച് ടാർഗറ്റ് എ സിവിൽ 2.0 ഓൺലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ KWAക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും നമ്മൾ മെക്കാനിക്കൽ കെമിക്കൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്സിന്റെ ബാച്ചുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചുകളുടെയൊക്കെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ നമ്മുടെ നമ്പറുകളിൽ എന്ത് ചെയ്താൽ ഈ എൻക്വയറി നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കി അടുത്ത FM-ലെ തന്നെ ഇറിഗേഷനിൽ അപ്പോൾ ലാസ്റ്റ് നടന്നപ്പോൾ ഒരു ഇറിഗേഷനാണ് ബാക്കിയുള്ള ഇറിഗേഷൻ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ FM-ലെ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലുകളിൽ വരും. അപ്പോൾ അതിനെന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.